ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് വന്നിരിക്കുന്നതും നമ്മുടെ വീട്ടിലത്തെ കുറച്ച് വിശേഷം. ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ ഗ്രേവി ഉണ്ടാക്കുന്നത് പറഞ്ഞു തരാമെന്നുള്ളത്. ഇതാ അവിടെ വന്നിട്ട് എൻ്റെ അണ്ണൻ്റെ വൈഫാണ് കേട്ടോ അവിടെ പോയത്. അതായത് മിക്സി ജാറിലോട്ട് ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പുണ്ടല്ലോ, അതും കുറച്ച് ഇട്ട് കൊടുത്തിട്ട് പിന്നെ വലിയുള്ളി പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെടുക്കാൻ വേണ്ടി പോയതാണ്. ഗ്യാസിൽ പൊരിച്ചെടുത്തതാണ്. അത് നമുക്ക് അതിന്ന് ഒരു 2 കൈപ്പിടി അളവിനെടുത്തിട്ട് അളവിനെടുത്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുത്ത് ഈ ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിത് നന്നായി പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം കേട്ടോ. ഇത് 3ാമത്തെ പാർട്ടായിട്ട് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഇട്ടതാണ് കേട്ടോ. എനിക്ക് നോയമ്പ് എത്രയായി? 20 നോയമ്പായില്ലേ. ഞമ്മത് ആദ്യം തന്നെ ചിക്കനൊക്കെ വലിയ ചട്ടി, ക്വാണ്ടിറ്റി ജാസ്തിയല്ലേ, അത് കാരണം വലിയ ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്ത് നമ്മൾ ഈ അരച്ച പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് പൊരിച്ച് മാറ്റിയിരിക്കുന്ന വലിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായി വലിയുള്ളി ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിലോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ഇട്ട് കൊടുത്ത് ഒരു ചെറിയ പാക്കറ്റോളം തൈര് അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്ത് ഒരു നാരങ്ങ, വലിയ നാരങ്ങയിൽ ഒരു നാരങ്ങ ഒഴിച്ച് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തു കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ അതിനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം ഇത് വലിയ ചട്ടിയിലിട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നന്നായി ഇത് പുരട്ടിയെടുത്ത് നമ്മളിത് നേരത്തെ തന്നെ പുരട്ടി വെച്ച് ഒരു 1/4 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. ഇത് വേറൊരു ചട്ടിയിലോട്ട് നമ്മൾ മാറ്റി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ പോയി പറഞ്ഞാൽ അടുപ്പിലാണ് കത്തിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്തോ പുകയൊക്കെ തന്നെ പറ്റില്ല. അടുപ്പിൽ എണ്ണ ഒഴിച്ച്, അതിനെ ഉള്ളി വറുത്ത എണ്ണയാണ് എന്നിട്ട് അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയ ഉള്ളി കുറച്ചിട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക. ലേശം മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തു കേട്ടോ. അതൊരു വിധമായതും നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് പിന്നെ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് തക്കാളി ഇട്ട് കൊടുത്ത് പിന്നെ നമ്മളിത് അടച്ച് വെച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ അടുപ്പിൽ വെക്കുന്ന ടേസ്റ്റൊന്നും ഞാനിവിടെ എൻ്റെ വീട്ടിൽ ഗ്യാസിൽ വെച്ചാൽ കിട്ടില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ലാസ്റ്റ് ലേശം മല്ലിയില ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇന്നത്തെ കറി ഇവിടെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, കണ്ണിലൊക്കെ പുകയടിച്ചിട്ട് എന്നെക്കൊണ്ട് നിൽക്കാനേ പറ്റണില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.